18 ആളെ ക്ലാസ്സിലുള്ളൂ. സോ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഒരു സ്ക്രീൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ എന്തെങ്കിലും ടെക്നിക്കൽ എറർ ഉണ്ടെങ്കിൽ അതിൽ സൗണ്ട് ഓഡിബിൾ അല്ല, ഇനി പ്രസൻറ്റേഷൻ കാണുന്നില്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ ക്ലാസ് കട്ടായി പോയി കഴിഞ്ഞാൽ റീജോയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക, അല്ലെങ്കിൽ അപ്പം തന്നെ എന്നെ വിളിക്കുക ആരെങ്കിലും. ഓക്കെ. അനുലാൽ MP. അനുലാൽ കേൾക്കുന്നില്ലേ പറയുന്നത്? റിയ സാഹി. റിയ സാഹി ജോയിൻ ചെയ്യുന്ന കാണുന്നുണ്ടല്ലോ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. റിയ ഫാത്തിമ ഉണ്ടോ? ഉണ്ട്. യാദിഷ് ഇല്ല? യാദിഷ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എന്തെങ്കിലും സംശയം വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നാലോ അപ്പോൾ ചോദിച്ചാൽ മതി. So in our previous class we were discussing about what are the reason for the property variation of nanomaterials. അതായത് ബൾക്ക് ഫോമിലുള്ള ഒരു മെറ്റീരിയലിന്, അതായത് സാധാരണ നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന ഒരു മെറ്റീരിയലിനെ നമ്മൾ നാനോ സിന്തസിസ് ചെയ്ത്, അതായത് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നാനോ സൈസുള്ള പാർട്ടിക്കിൾ ആക്കി കഴിഞ്ഞാൽ വൈ ദർ ഇസ് എ പ്രോപ്പർട്ടി വേരിയേഷൻ. അതിൻ്റെ പ്രോപ്പർട്ടീസിൽ ഒരുപാട് വേരിയേഷൻസ് വരും. ഈ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്, അതായത് മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഡെൻസിറ്റി, മാസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, കളർ, മാഗ്നറ്റിക് ബിഹേവിയേഴ്സ്, കൊയേഴ്സിവിറ്റി, അങ്ങനെ ഒരുപാട് ഒരു മെറ്റീരിയലിന് നമുക്ക് ഒരുപാട് പല തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞിരിക്കുന്ന പല പ്രോപ്പർട്ടിയിലും വേരിയേഷൻസ് വരും. എപ്പോൾ? സൈസ് മാറ്റുമ്പോൾ, നമ്മൾ ഈ പറയുന്ന ഒബ്ജക്റ്റിൻ്റെ സൈസ് മാറ്റുമ്പോൾ. അതായത് നമ്മൾ ഇതിനെ ചെറിയ ചെറിയ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? ഇതിൻ്റെ പ്രോപ്പർട്ടീസിലെ വേരിയേഷൻ വരും. അതിനുള്ള കാരണമാണ് മേജർ 2 റീസൺസ് ആണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? ഇൻക്രീസ് ഇൻ സർഫസ് ടു വോളിയം റേഷ്യോ ആൻഡ് ക്വാണ്ടം കൺഫൈൻമെന്റ്. നൗ എന്തൊക്കെ പ്രോപ്പർട്ടി വേരിയേഷൻ ആണ് ഈ നാനോ മെറ്റീരിയൽസിൽ വരുന്നത്? ഓർ വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് നാനോ മെറ്റീരിയൽസ്? അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇനീഷ്യലി ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ എന്തൊക്കെ വേരിയേഷൻ ആണ് നാനോ മെറ്റീരിയൽസിൻ്റെ കേസിൽ വരുന്നത്? സോ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് ഉദാഹരണത്തിന് തെർമോഡൈനാമിക് പ്രോപ്പർട്ടിയായ ഹീറ്റ്, അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ടെമ്പറേച്ചർ, അങ്ങനെ പലതരത്തിലുള്ള മാറ്ററിൻ്റെതായ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിന് അതിൻ്റെതായ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ശരിയല്ലേ? ഹൈഡ്രജൻ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കില്ല മറ്റൊന്നിന്, അതിൻ്റെതായ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെൽറ്റിംഗ് പോയിന്റ് അത് ഓരോ മെറ്റീരിയലിനും ഉണ്ടാവും. സോ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ എന്ത് ചേഞ്ച് ആണ് നമ്മളൊരു ബൾക്ക് മെറ്റീരിയലിനെ നാനോ പാർട്ടിക്കിളായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ വരുന്നത്? സോ വാട്ട് ഹാപ്പൻസ്? നമ്മളൊരു ബൾക്ക് മെറ്റീരിയലിനെ അതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ചെറിയ നാനോ പാർട്ടിക്കിൾസ് ആക്കി മാറ്റുമ്പോഴത്തേക്ക് വാട്ട് ഹാപ്പൻസ്? ഒന്നാമത്തെ കാര്യം നമ്മൾ കണ്ടു, സർഫസ് ടു വോളിയം റേഷ്യോ increase in and it will decrease the interatomic spacing due to changes in surface pressure. The surface to volume ratio increasing, that means surface area of this material will increase. Surface area എന്തെയും? Surface area increase ചെയ്യും. Surface area increase ചെയ്യും, that അതെന്തെയും? It will create a change in surface pressure. Surface area increase ചെയ്ത് കഴിഞ്ഞാൽ സർഫസ് പ്രഷറിൽ ഒരു ചേഞ്ച് വരും. ഈ സർഫസ് പ്രഷർ എന്ത് ചെയ്യും? ഇന്റർ ആറ്റോമിക് സ്പേസിങ് ഡിക്രീസ് വരുത്തും, അല്ലെങ്കിൽ അതിലൊരു ചേഞ്ച് വരുത്തും. സോ ഒരു മെറ്റീരിയലിൻ്റെ പല ഫിസിക്കൽ പ്രോപ്പർട്ടിയും പല പ്രോപ്പർട്ടീസും ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ഇന്റർ ആറ്റോമിക് സ്പേസിങ്, അതായത് ഒരു മോളിക്യൂളിലെ രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള സ്പേസ്, രണ്ട് ഇന്റർ ആറ്റോമിക് ഫോഴ്സ്, രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള ഫോഴ്സ് എന്താണ്, സ്പേസ് എന്താണ്, ഇതൊക്കെയാണ് മെറ്റീരിയലിൻ്റെ നമ്മൾ പുറത്തേക്ക് വിസിബിൾ ആയിട്ടുള്ള പല പ്രോപ്പർട്ടീസും കാണിക്കാനുള്ള ഇന്നർ റീസൺ എന്ന് പറയുന്നത് ഇന്റർ ആറ്റോമിക് സ്പേസിങ്ങും കൂടാതെ മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള ഫോഴ്സും സ്പേസ് ഒക്കെയാണ്. സോ നമ്മളൊരു ബൾക്ക് മെറ്റീരിയലിനെ, when we break down a bulk material into nanoparticles or particles with very low size, what happens?
Due to change in interatomic spacing, there will be a tremendous change in physical properties. നമുക്ക് വിസിബിൾ ആയിരിക്കുന്ന പല ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഈ ഇന്റർ ആറ്റോമിക് സ്പേസിങ്ങിന്റെ ചേഞ്ചസ് കാരണം വേരി ചെയ്യും. ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ തെർമോഡൈനാമിക് പ്രോപ്പർട്ടി, മെൽറ്റിംഗ് പോയിന്റിന്റെ കാര്യം എടുക്കുക. ഒരു ഗോൾഡ് പാർട്ടിക്കിളിന്റെ മെൽറ്റിംഗ് പോയിന്റ് ആണ് നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുന്നത്. വേരി ചെയ്യുമ്പോൾ എങ്ങനെയാണ് മാറുന്നത്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾ എക്സ് ആക്സിസിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ, വെൻ വി ഒബ്സർവ് എക്സ് ആക്സിസ്, വി ഒബ്സർവ് ദാറ്റ് വെൻ മൂവിങ് ടു ബൾക്ക് മെറ്റീരിയൽ, അതായത് ബൾക്ക് മെറ്റീരിയലിന്റെ അടുത്തേക്ക് when reaching that range, ആ ഒരു റേഞ്ചിലേക്ക് എത്തുമ്പോൾ സംഭവിക്കുന്നു, we can see or we can observe a drastic decrease in melting point. അത് 5-10 നാനോമീറ്റർ റേഞ്ചിലേക്ക് വരുമ്പം, അല്ലെങ്കിൽ വല്ലാതെ നമ്മുടെ പാർട്ടിക്കിളിന്റെ സൈസ് വളരെ കുറയുമ്പോൾ, when the size of particle decreases, what happens to melting point? Melting point എന്ത് ചെയ്യുന്നു? Melting point decreases drastically. So if we want to create a gold particle with some melting point, ഒരു 900 Kelvin മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ഒരു ഗോൾഡ് പാർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യണം. സോ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് കൺട്രോൾ ദി സൈസ് ഓഫ് ഗോൾഡ് പാർട്ടിക്കിൾ. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ശ്രമിച്ചു നോക്കുക. അതായത് 900 Kelvin മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ഒരു ഗോൾഡ് പാർട്ടിക്കിൾ ബിൽഡ് ചെയ്യണമെങ്കിൽ, മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ, ഒരു 3 or 4 നാനോമീറ്റർ ഉള്ള പാർട്ടിക്കിൾ ആയിട്ട് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്താൽ മതി. സോ വി ക്യാൻ മാനിപ്പുലേറ്റ് the physical properties like melting point by varying the size. അതായത് ഈ പാർട്ടിക്കിളിന്റെ സൈസ് വേരി ചെയ്യുന്നതിലൂടെ, കൺട്രോൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇതിന്റെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയായ മെൽറ്റിംഗ് പോയിന്റ് എങ്ങനെ വേരി ചെയ്യാം എന്നാണ് നമ്മൾ നോക്കിയത്. അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് നമ്മളൊരു ബൾക്ക് മെറ്റീരിയലിന് അതിൻ്റെതായ നാനോ പാർട്ടിക്കിൾസ് ഓർ നാനോ മെറ്റീരിയൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ, വെൻ വി കണ്ടക്ട് നാനോ സിന്തസിസ്, വേരിയേഷൻ ഒക്കേഴ്സ് ടു ദിസ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അതിനൊരു ഉദാഹരണം മാത്രമായിരുന്നു മെൽറ്റിംഗ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ എന്താ കണ്ടേ? ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഡ്രാസ്റ്റിക് ചേഞ്ചസ് വരും വെൻ ദ സൈസ് ഓഫ് പാർട്ടിക്കിൾ ഡിക്രീസസ്. പാർട്ടിക്കിളിന്റെ സൈസ് കുറയുമ്പോൾ, സൈസ് കുറയുന്നു എന്നതിൻ്റെ അർത്ഥം എന്താ? വെൻ വി ബ്രേക്ക് ഡൗൺ this particle, a bulk material, into nano sized particles. Next one, what happens to the chemical properties of a material when we break down the material from bulk to nano particle? ഒരു ബൾക്ക് മെറ്റീരിയലിനെ നാനോ സൈസ്ഡ് പാർട്ടിക്കിൾ ആക്കി മാറ്റുമ്പോൾ, നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ അതിന് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു? സോ വി ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ സർഫസ് ടു വോളിയം റേഷ്യോ. സർഫസ് ടു വോളിയം റേഷ്യോ be an increase in surface to volume ratio. So due to that increase in surface to volume ratio, what happens? ഈ സർഫസ് ടു വോളിയം റേഷ്യോയിലുള്ള ഇൻക്രീസ് കാരണം സർഫസ് ഏരിയ കൂടും. മെറ്റീരിയലിന്റെ സർഫസ് ഏരിയ കൂടുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? മോർ മോളിക്യൂൾസ് വിൽ റീച്ച് ടുവാർഡ് ദ സർഫസ്. സർഫസിൽ ഒരുപാട് കൂടുതൽ മോളിക്യൂൾസ് വരും കമ്പയറിംഗ് ടു ബൾക്ക് മെറ്റീരിയൽ. സോ ഡ്യൂ ടു ദാറ്റ് കെമിക്കൽ റിയാക്ടിവിറ്റി ഇൻക്രീസസ്. മെറ്റീരിയലിന്റെ കെമിക്കൽ റിയാക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യപ്പെടും. സോ nano-sized particles can be used as an effective catalyst. ഒരു കെമിക്കൽ റിയാക്ഷനിൽ കാറ്റലിസ്റ്റിന്റെ ഡ്യൂട്ടി എന്താ? വാട്ട് ഇസ് ദ ഡ്യൂട്ടി ഓഫ് കാറ്റലിസ്റ്റ്? കാറ്റാലിസിസ് ആണ്. സോ വാട്ട് ഇസ് കാറ്റാലിസിസ്? കാറ്റാലിസിസ് മീൻസ് എൻഹാൻസ്മെന്റ് ഓഫ് റിയാക്ഷൻ. റിയാക്ഷന്റെ സ്പീഡ് കൂട്ടലാണ് കാറ്റലിസ്റ്റിന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ ഫങ്ഷൻ എന്ന് പറയാൻ പറ്റും. സോ ഒരു കാറ്റലിസ്റ്റ് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കാറ്റലിസ്റ്റ് ആണെന്ന് പറയണമെങ്കിൽ ഇറ്റ് should enhance the chemical reaction more powerfully. സോ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് പാർട്ടിസ്. നിങ്ങൾ ചിലപ്പം ഹൈസ്കൂൾ അല്ലെങ്കിൽ പ്ലസ് ടുവിലൊക്കെ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് കേട്ടിട്ടുണ്ടാവും പൗഡേർഡ് കാറ്റലിസ്റ്റ്. ചില റിയാക്ഷനിൽ ഉപയോഗിക്കുന്ന പൗഡേർഡ് കാറ്റലിസ്റ്റ് ആയിരിക്കും. എന്താ കാരണം? പൗഡേർഡ് കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നതിന് സർഫസ് ഏരിയ കൂടുതലായിരിക്കും, പൗഡറിന് സർഫസ് ഏരിയ കൂടുതലല്ലേ. സോ ഇഫ് വി ബ്രേക്ക് ഡൗൺ ബൾക്ക് മെറ്റീരിയൽ, സോ ഒരു സിംഗിൾ ബൾക്ക് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതിനേക്കാളും പൗഡേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു റേഞ്ച് കൂട്ടി പറഞ്ഞാൽ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത കാറ്റലിസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫർദർ എൻഹാൻസ് ദ കാറ്റലൈറ്റിക് പ്രോപ്പർട്ടീസ് ഓർ കെമിക്കൽ റിയാക്ഷൻ. സോ കെമിസ്ട്രിയിൽ അല്ലെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്ന ഏറ്റവും വലിയ മാറ്റം, ഒരു ബൾക്ക് മെറ്റീരിയലിനെ നാനോ പാർട്ടിക്കിൾ ആക്കി മാറ്റുമ്പോൾ അതിൽ വരുന്ന ഏറ്റവും വലിയ മാറ്റം എന്താ? ദ കെമിക്കൽ റിയാക്ടിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ ഇസ് ഇന്റൻസിഫൈഡ് വെൻ ദി മെറ്റീരിയൽ ബ്രോക്ക് ഡൗൺ ഇൻ ടു നാനോ സ്കെയിൽ. ആൻഡ് ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ലിക്കേഷൻ ആണ്
നാനോ-സൈസ്ഡ് പാർട്ടിക്കിൾസ് ആർ യൂസ്ഫുൾ ഇൻ ഹൈഡ്രജൻ സ്റ്റോറേജ് ഡിവൈസസ്. ഹൈഡ്രജൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് നാനോ-സൈസ്ഡ് പാർട്ടിക്കിൾസ് യൂസ് ചെയ്യാൻ പറ്റും. Okay. Now, electrical properties. How the electrical properties of a material change when we break down a material into bulk material into nanoparticles. അതായത് നമ്മുടെ ഒരു ബൾക്ക് മെറ്റീരിയലിനെ, അതായത് ഒരു കോപ്പർ വയർ എടുത്തു, അതിനെ ചെറിയ കോപ്പർ നാനോ വയേഴ്സ് ആക്കി നമ്മൾ മാറ്റി, അല്ലെങ്കിൽ ഒരു വലിയ ബാർ ഓഫ് അയൺ ബാർ എടുത്തു, അതിനെ ചെറിയ 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 നാനോ സൈസിൽ വയേഴ്സ് ആക്കി മാറ്റി. സോ വാട്ട് ഹാപ്പൻസ് ടു ദി ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് മെറ്റീരിയൽ? ഒരു നാനോ സൈസിൽ വയറാക്കി മാറ്റി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മളൊരു ബൾക്ക് മെറ്റീരിയലിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിൽ എന്തൊക്കെ വേരിയേഷൻ ആണ് വരുന്നത്? സോ എങ്ങനെ ചില ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിന് ഒരു ഉദാഹരണം ആരോടൊപ്പം ചോദിക്കുക? കാവ്യ, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിന് ഒരു ഉദാഹരണം പറഞ്ഞു. ഏതെങ്കിലും ഒരു ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി, ഏതെങ്കിലും മെറ്റീരിയലിന്റെ ഏതെങ്കിലും ഒരു ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി. കാവ്യ രാജേഷ് എന്നുള്ള പേര് കാണുന്നുണ്ട്. ഫോൺ ഓൺ ആക്കി വെച്ചിട്ട് പോയി കിടന്നുറങ്ങിയ. റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ അറ്റൻഡൻസ് തരൂല, അതാണ് തീരുമാനം. കാവ്യ രാജേഷ് ഇല്ല. ഒരു ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി പറയാമോ? ഒരു മെറ്റീരിയലിന്റെ ഏതെങ്കിലും ഒരു മെറ്റീരിയലിന്റെ ഏതെങ്കിലും ഒരു ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി. കേട്ടില്ല. എനിക്കിതുവരെ കേട്ടിട്ടില്ല. മൈക്ക് ഓഫ് ആണ്. മെറ്റീരിയൽ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറ, അതാണ് നല്ല റെസ്പോൺസ്. അറിയില്ല. അറിയില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ, പിന്നെ മൈക്ക് ഓഫ് ആക്കി വെക്കുന്ന. അഭിനവ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. അതാണ് കണ്ടക്ടിവിറ്റി, ഒരു പ്രോപ്പർട്ടിയാണ്. സോ അതാണ് മെറ്റീരിയലിന്റെ കണ്ടക്ടിവിറ്റി അതിന്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയാണ്. എത്രത്തോളം ആ മെറ്റീരിയലിന് കറണ്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഇനി റെസിസ്റ്റിവിറ്റി, അതൊരു പ്രോപ്പർട്ടിയാണ്. ഇനിയല്ല മറ്റു പല ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ അപ്പൊ ഉദാഹരണത്തിന് കണ്ടക്ടിവിറ്റി പറഞ്ഞു. ഒരു മെറ്റീരിയൽ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്? ബൾക്ക് ഫോമിൽ. അതായത് ഒരു കോപ്പർ വയർ എടുത്തു. കോപ്പർ വയർ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്? നമുക്കറിയാം. വാട്ട് യു മീൻ ബൈ കറണ്ട്? കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ചാർജ് കാരിയേഴ്സ്. ചാർജ് കാരിയേഴ്സിന്റെ ഫ്ലോ, ഒരു ഇലക്ട്രോൺ ഏതാണ്? ഒരു കോപ്പർ വയർ, ഒരു മെറ്റാലിക് പീസ് എടുത്തു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ കറണ്ട് കാരിയർ? നമുക്കറിയാം, കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോൺസ് ആണ്, ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ് ചാർജ് കാരിയേഴ്സ്. സോ വെൻ വി അപ്ലൈ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, നമ്മളൊരു കോപ്പർ വയറിന്റെ രണ്ടറ്റത്ത് രണ്ട് എൻഡിലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഒരു എൻഡിൽ നിന്ന്, പോസിറ്റീവ് എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് എന്ത് ചെയ്യുന്നു? ഈ ഫ്രീ ആയിട്ടുള്ള കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നു. ഈ ഫ്ലോയെയാണ്, ദിസ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഓർ ചാർജ് കാരിയേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കറണ്ട് എന്ന് പറയുന്നത്. സോ വെൻ ദീസ് ഇലക്ട്രോൺസ് മൂവ് ത്രൂ ദിസ് മെറ്റീരിയൽ, ഈ മെറ്റീരിയലിന്റെ സർഫസിൽ കൂടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പരസ്പരം കൊളൈഡ് ചെയ്യും. കാരണം ഇഷ്ടം പോലെ കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ഉണ്ട്. ദർ വിൽ ബി എ ലോട്ട് ഓഫ് കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ഇൻ ദാറ്റ് മെറ്റീരിയൽ. സോ ഇലക്ട്രോൺസ് വിൽ ഗെറ്റ് കൊളൈഡഡ് ആൻഡ് ദ മീൻ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ. തുടർച്ചയായ രണ്ട് കൊളീഷന്റെ ഇടയിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ആവറേജ് ഡിസ്റ്റൻസിനാണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. സോ ഒരു മെറ്റീരിയലിന്റെ കേസിൽ മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത് കൂടുതലാണ്. ദൂരം സഞ്ചരിച്ച പാടെ തന്നെ ഇലക്ട്രോൺ കൊളൈഡ് ചെയ്യും. ഇലക്ട്രോൺ കൊളൈഡ് ചെയ്താലുള്ള പ്രശ്നം എന്താ? വാട്ട് ഈസ് ദ പ്രോബ്ലം ഓഫ് കൊളൈഡിങ്? കൊളീഷൻ നടന്നു കഴിഞ്ഞാൽ എനർജി ലോസ് ആവും. ഇലക്ട്രോൺ സ്ലോ ഡൗൺ ചെയ്യും. ഇലക്ട്രോൺ സ്ലോ ഡൗൺ ആയി കഴിഞ്ഞാൽ കറണ്ട് സ്ലോ ഡൗൺ. ദാറ്റ് മീൻസ് കറണ്ടിന്റെ റേറ്റ് എന്ന് പറയുന്നത് കുറഞ്ഞു. വാട്ട് ഈസ് കറണ്ട്? കറണ്ട് എന്ന് പറയുന്നത് dQ/dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ആണ്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ആണ്. സോ ഇലക്ട്രോണിന്റെ ഫ്ലോ, അതിന്റെ വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമുക്ക് പറയാൻ പറ്റും അതിന്റെ കണ്ടക്ടിവിറ്റി കുറവാണ്. സോ ദിസ് മീൻ ഫ്രീ പാത്ത് ഡിസൈഡ്സ് വാട്ട് ഈസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് എ ബൾക്ക് മെറ്റീരിയൽ. സോ വെൻ വി ബ്രേക്ക് ഡൗൺ ദിസ് മെറ്റീരിയൽ ഇൻ ടു നാനോ സ്കെയിൽ, നമ്മൾ ഈ മെറ്റീരിയലിന് നാനോ സ്കെയിലുള്ള പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് എന്താ പ്രശ്നം? ദിസ് മീൻ ഫ്രീ പാത്ത് വിൽ
വാട്ട് ഹാപ്പൻസ് ടു മീൻ ഫ്രീ പാത്ത്? അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദ സൈസ് ഓഫ് സോളിഡ് മെറ്റീരിയൽ ഡിക്രീസ് ടു റീച്ച് എ വാല്യൂ വിച്ച് ക്യാൻ ബി കമ്പയർഡ് ടു മീൻ ഫ്രീ പാത്ത്. ഈ മെറ്റീരിയലിന്റെ കേസിൽ എന്താണ്? ഈ മെറ്റീരിയലിന്റെ സൈസ് നമ്മൾ നാനോ പാർട്ടിക്കിൾസ് ആയിട്ടാണല്ലോ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. സോ ഒരു പാർട്ടിക്കിളിന്റെ സൈസ് മീൻ ഫ്രീ പാത്തിന്റെ അത്ര എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്കാറ്ററിംഗ് പ്രോബബിലിറ്റി ഡിക്രീസ് ചെയ്യും. അതായത് നമ്മൾ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട്, നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് ഈ മെറ്റീരിയലിനെ ബ്രേക്ക് ഡൗൺ ചെയ്തു. പിന്നെ ഇതിന് കൊളൈഡ് ചെയ്യാൻ വേറെ ഇലക്ട്രോണായിട്ട് കൊളൈഡ് ചെയ്യാൻ സ്ഥലമില്ല. സോ വാട്ട് ഹാപ്പൻ? സോ സ്കാറ്ററിംഗ് പ്രോബബിലിറ്റി ഡിക്രീസ് ചെയ്യും. വേറൊരു ഇലക്ട്രോണായിട്ട് കൊളൈഡ് ചെയ്യാനുള്ള സാധ്യത, സ്കാറ്ററിംഗ് പ്രോബബിലിറ്റി കുറയും. അത് നമ്മുടെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിനെ വല്ലാതെ ബാധിക്കും. സോ ദി ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി വേരി ഡ്യൂ ടു ദിസ് ബ്രേക്ക് ഡൗൺ. ഒരു ബൾക്ക് മെറ്റീരിയലിൽ നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ എന്താ? ഇലക്ട്രോൺ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നു, പരസ്പരം കൊളൈഡ് ചെയ്യുന്നു. അതാണ് റെസിസ്റ്റൻസിന് കാരണം. ഈ കൊളൈഡ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് സഞ്ചരിക്കുന്ന ദൂരമാണ് മീൻ ഫ്രീ പാത്ത്. പക്ഷെ നമ്മളൊരു മെറ്റീരിയലിന് ചെറിയ ദാറ്റ് മീൻസ് വെൻ വി ബ്രേക്ക് ഡൗൺ മെറ്റീരിയൽ ഇൻടു നാനോ പാർട്ടിക്കിൾസ്, ചെറിയ സൈസുള്ള പാർട്ടിക്കിൾ ആക്കുമ്പോൾ സംഭവിച്ചു സ്കാറ്ററിംഗ്. ഇത് സ്കാറ്ററിംഗ് പ്രോബബിലിറ്റി കുറയുന്നു. വേറൊരു ഇലക്ട്രോണുമായിട്ട് കൊളൈഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഇറ്റ് വിൽ ഡിക്രീസ്. സോ ദി ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി വിൽ വേരി ഇൻ കേസ് ഓഫ് എ നാനോ മെറ്റീരിയൽ. സോ ഫോർ എക്സാമ്പിൾ, ഇൻ കേസ് ഓഫ് ഒരു എക്സാമ്പിൾ ആണ് ഇപ്പൊ താഴെ പറയുന്നത്. ഇൻ നാനോ സെറാമിക്സ് ദി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ഡിക്രീസിങ് പാർട്ടിക്കിൾ സൈസ്. സാധാരണ കേസിൽ മെറ്റലിന്റെ കേസിൽ എന്താ സംഭവിക്കുക? പാർട്ടിക്കിൾ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഡിക്രീസ് ചെയ്യും. പക്ഷെ നാനോ സെറാമിക്സിന്റെ കേസിൽ, അതായത് സെറാമിക് നാനോ മെറ്റീരിയൽ മെറ്റീരിയലിന്റെ പാർട്ടിക്കിൾ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അതായത് നമുക്ക് ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ള ഒരു സെറാമിക് മെറ്റീരിയൽ ബിൽഡ് ചെയ്യണം. എന്ത് ചെയ്യാം? നോക്കുക ഏത് സൈസ് വരുമ്പോഴാണ് ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. സോ നമുക്ക് അറിയാമെങ്കിൽ നേരത്തെ ഒരു പ്ലോട്ട് വരച്ചില്ലേ, മെൽറ്റിംഗ് പോയിന്റ് വേഴ്സസ് സൈസ്. അതേപോലെ കണ്ടക്ടിവിറ്റി വേഴ്സസ് സൈസ് ഓഫ് ദി മെറ്റീരിയൽ പ്ലോട്ട് വരയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാം എത്ര സൈസ് വരണം. കാരണം നാനോ സിന്തസിസ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് ഇഷ്ടമുള്ള സൈസിലേക്ക് പാർട്ടിക്കിൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യലാണ്. ദാറ്റ് ഇസ് ദ വി ക്യാൻ ബ്രേക്ക് ഡൗൺ പാർട്ടിക്കിൾസ് ഇൻ ടു എ ഡിസൈഡ് സൈസ്. സോ ഇഷ്ടമുള്ള സൈസിലേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ബട്ട് ദാറ്റ് മീൻസ് നമുക്ക് ഇഷ്ടമുള്ള പ്രോപ്പർട്ടി എന്ത് ചെയ്യാം? നമുക്ക് ഈ സൈസിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് വി ക്യാൻ ഡിസൈഡ് വിച്ച് പ്രോപ്പർട്ടി വിച്ച് അവർ മെറ്റീരിയൽ ഓർ അവർ മാറ്റർ ഷുഡ് ഹാവ്. നമ്മുടെ മെറ്റീരിയലിന് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന മെറ്റീരിയലിന് ഏത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയാണ് വേണ്ടത് സൈസ് വേരി ചെയ്തുകൊണ്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. സോ ദിസ് ഈസ് ഹൗ ദി ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എ മെറ്റീരിയൽ changes when it is broke down into or break down into its nano material or nano particles. Next one is optical properties. Optical property in the variation ആണ് വരുന്നത്. Depending upon the size of particle, same substance can show different colors. അതായത് സൈസിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു പാർട്ടിക്കിൾ സൈസിനെ ഡിപ്പെൻഡ് ചെയ്ത് സബ്സ്റ്റൻസിന് വ്യത്യസ്തമായ കളറുകൾ കാണിക്കാൻ പറ്റും. കളർ എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയാണ്. നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയാണ് ഒരു മെറ്റീരിയലിന്റെ കളർ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ നല്ലൊരു ഉദാഹരണം പറയുന്നു. ഗോൾഡ് നാനോസ്പിയേഴ്സ് ഓഫ് 100 നാനോമീറ്റർ അപ്പിയേഴ്സ് ഓറഞ്ച് ആൻഡ് ദാറ്റ് ഓഫ് 100 നാനോമീറ്റേഴ്സ് അപ്പിയേഴ്സ് ഗ്രീൻ കളർ. 100 നാനോമീറ്റർ റേഡിയസ് ഉള്ള ഗോൾഡ് നാനോസ്പിയറിന്റെ കളർ എന്താണ്? ഓറഞ്ച് ആണ്. പക്ഷെ അതിന്റെ പകുതി റേഡിയസ് ഉള്ള 50 നാനോമീറ്റർ ഉള്ള ഗോൾഡ് നാനോസ്പിയറിന്റെ കളർ എന്താ? ഗ്രീൻ ആണ്. സോ നമ്മൾ ഈ പാർട്ടിക്കിളിന്റെ സൈസ് മാറ്റിയപ്പോൾ വേരി ചെയ്തപ്പോൾ എന്താ? കളർ മാറി. സോ ദാറ്റ് മീൻസ് when we break down a particle into nano materials, യെല്ലോ ഗോൾഡിന്റെ ശരിക്കും ബൾക്ക് ഗോൾഡിന്റെ കളർ എന്താ? സാധാരണ ഗോൾഡിന്റെ കളർ എന്താ? ഗോൾഡിഷ് യെല്ലോ ആണ്. പക്ഷെ നമുക്കറിയാം എന്താ യെല്ലോ കളറാണ്. പക്ഷെ നമ്മൾ ഈ ബൾക്ക് ഗോൾഡിനെ when we break down this gold material into nanospheres or nanomaterials, what happens? അത് ഓറഞ്ച് ആവും, ഗ്രീൻ കളർ ആവും, ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ ബ്ലാക്ക് കളർ ആവും. നിങ്ങൾ ബ്ലാക്ക് നാനോ ഗോൾഡ് കണ്ടിട്ടുണ്ടാവും. അല്ലെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, ബ്ലാക്ക് ഗോൾഡ്, നാനോ ഗോൾഡ്. സോ based on the size, the optical properties of a nanomaterial changes. For best example is nanomaterial of tungstic oxide gel in electronic display devices. നമുക്കറിയാം ഇവിടെ എന്താ കണ്ടത്? നാനോ ഗോൾഡ് സ്പിയർ 100 നാനോമീറ്റർ ഉള്ള നാനോ ഗോൾഡ് സ്പിയർ എന്തായിരുന്നു? ഓറഞ്ച് ആയിരുന്നു. 50 നാനോമീറ്റർ അപ്പിയേഴ്സ് ഗ്രീൻ കളർ. സോ നമുക്ക് തീരുമാനം, ഇഫ് വി ക്യാൻ മാനിപ്പുലേറ്റ് സൈസ് ഓർ ഡിസൈഡ് സൈസ്, നമുക്ക് സൈസ് തീരുമാനിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കളറും നമുക്ക് തീരുമാനിക്കാൻ പറ്റുമെന്നല്ല അർത്ഥം. നമുക്കിപ്പോൾ ഓറഞ്ച് കളർ വേണം, വി വാണ്ട് ഓറഞ്ച് ഗോൾഡ്, എന്ത് ചെയ്യാം? 100 നാനോമീറ്റർ ഉള്ള സൈസുള്ള നാനോ പാർട്ടിക്കിൾ ആക്കി മാറ്റിയാൽ മതി. ഇനിയല്ല ഗ്രീൻ ആണ് വേണ്ടതെങ്കിൽ 50 നാനോമീറ്റർ ഉള്ള സൈസ് ആക്കാം. ഇത് മറ്റ് പല മെറ്റീരിയൽസിന്റെ കേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് അപ്ലിക്കേഷൻസ് ആണ് അടിയിൽ കൊടുത്തിരിക്കുന്നത്. എന്താ? നാനോ മെറ്റീരിയൽ ഓഫ്
tungstic oxide gel in electronic display devices. Electronic display devices use ചെയ്യുന്ന tungstic oxide gel. So ഈ tungstic oxide gel പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ സൈസ് കൺട്രോൾ ചെയ്യാൻ മാറുന്നു. ഒരു പിക്സലിന് എന്താ ഒരു ഇലക്ട്രിക് ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ പിക്സൽ എന്ന് പറയുന്നത് എന്താ റെഡ്, ബ്ലൂ, ഗ്രീൻ കളറാണ്. സോ ഈ 3 കളറും നമുക്ക് അതിന്റെ കോമ്പിനേഷനും വരുത്തി കഴിഞ്ഞാൽ ഇഫ് വി ക്യാൻ അപ്പിയർ ദീസ് 3 കളേഴ്സ് ആൻഡ് ദെയർ കോമ്പിനേഷൻ എമിറ്റ് ചെയ്യുന്ന കളറിനെ നമ്മൾ വേരി ചെയ്യുന്നു. സോ ദിസ് ഈസ് ഹൗ ദ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എ നാനോ മെറ്റീരിയൽ vary with varying sizes. Next one is magnetic properties. ഇങ്ങനെയാണ് ഒരു പാർട്ടിക്കിളിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് വേരി ചെയ്യുന്നത്. സോ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. സോ മുകളിൽ കാണിച്ചിരിക്കുന്ന സെന്റൻസ് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ അടിയിലത്തെ ടേബിൾ നോക്കുക. ദാറ്റ് മീൻസ് ആദ്യത്തെ കോളത്തിൽ എന്താ ചില മെറ്റൽസിനെ കൊടുത്തിരിക്കുന്നത് സോഡിയം, പൊട്ടാസ്യം, Na ആൻഡ് K. ബൾക്ക് ആയിരിക്കുന്ന സമയത്ത് റിയൽ ലൈഫിൽ ഒരു സോഡിയം പീസ് എടുത്തു, അല്ലെങ്കിൽ ഒരു കുറച്ച് പൊട്ടാസ്യം എടുത്തു, അതിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ എന്തായിരിക്കും? ദേ വിൽ ബി പാരാമാഗ്നറ്റിക്. ബട്ട് വെൻ വി ബ്രേക്ക് ഡൗൺ ദാറ്റ് സോഡിയം ഓർ പൊട്ടാസ്യം ഇൻടു നാനോ ക്ലസ്റ്റേഴ്സ്, നമ്മൾ ഈ സോഡിയത്തിനും പൊട്ടാസ്യം ഒക്കെ നാനോ ക്ലസ്റ്റേഴ്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തു. വാട്ട് വിൽ ഹാപ്പൻ? എന്ത് സംഭവിക്കും? Now the magnetic behavior of this material changes to ferromagnetic. പാരാമാഗ്നറ്റിക് ആയിരുന്ന ബൾക്ക് സ്റ്റേറ്റിൽ പാരാമാഗ്നറ്റിക് ആയിരുന്ന സോഡിയവും പൊട്ടാസ്യം പോലുള്ള മെറ്റൽസ് എന്ത് ചെയ്യും? നാനോ മെറ്റീരിയൽ, നാനോ ക്ലസ്റ്റർ ആക്കി മാറ്റി കഴിയുമ്പോൾ വെൻ വി ബ്രേക്ക് ഡൗൺ ദിസ് മെറ്റീരിയൽ ഇൻ ടു നാനോ സ്കെയിൽ ഫെറോമാഗ്നറ്റിക് ആയി. ഇനിയല്ല അയൺ, Fe, കോബാൾട്ട്, നിക്കൽ തുടങ്ങിയ റിയൽ ലൈഫിൽ ബൾക്ക് സ്റ്റേറ്റിൽ ഫെറോമാഗ്നറ്റിക് ആയിരുന്ന മെറ്റീരിയൽസ് വെൻ വി ബ്രേക്ക് ഡൗൺ ദം ഇൻ ടു നാനോ ക്ലസ്റ്റേഴ്സ് their magnetic behavior changes from ferromagnetic to super paramagnetic. Super paramagnetic എന്ന മാഗ്നറ്റിക് ബിഹേവിയർ അത് കാണിക്കാൻ തുടങ്ങും. ഇനിയല്ല ക്രോമിയത്തിന്റെ കേസ് എടുക്കാം. ക്രോമിയം ബൾക്ക് സ്റ്റേറ്റ് ക്രോമിയം വാസ് ആൻ ആന്റി ഫെറോമാഗ്നറ്റിക്. ബൾക്ക് സ്റ്റേറ്റിൽ ക്രോമിയത്തിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ ആന്റി ഫെറോമാഗ്നറ്റിക് ആയിരുന്നു. ബട്ട് വെൻ വി ബ്രേക്ക് ഡൗൺ ദാറ്റ് മെറ്റീരിയൽ ഇൻ ടു നാനോ ക്ലസ്റ്റർ, പക്ഷെ നാനോ ക്ലസ്റ്റർ ആയിട്ടുള്ള ക്രോമിയത്തിന് അതിന്റെ നാനോ ക്ലസ്റ്റർ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം ഫ്രസ്ട്രേറ്റഡ് പാരാമാഗ്നറ്റിക്. സോ എന്താണ് ഈ ഫ്രസ്ട്രേറ്റഡ് പാരാമാഗ്നറ്റിക് എന്നൊന്നും ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട, അത് ജസ്റ്റ് ഒരു മാഗ്നറ്റിക് ബിഹേവിയർ ആണ് വിചാരിക്കുക. സോ ഇതിൽ നിന്ന് ഈ ടേബിളിൽ നിന്ന് എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ബൾക്ക് ആയിരുന്ന സ്റ്റേറ്റിൽ, അതായത് ചെറിയ നമ്മൾ ഈ കാണുന്ന മെറ്റീരിയൽസിനെല്ലാം അതിൻ്റെതായ മാഗ്നറ്റിക് ബിഹേവിയർ ഉണ്ട്, അതിൻ്റെതായ റീസൺസും ഉണ്ട്. പക്ഷെ നാനോ പാർട്ടിക്കിൾസ് ആകുന്ന സമയത്ത് എന്ത് പറ്റി? അതിന്റെ മാഗ്നറ്റിക് ബിഹേവിയറിൽ ട്രമൻഡസ് ചേഞ്ചസ് വന്നു. പാരാമാഗ്നറ്റിക് ആയിരുന്ന ഒരു സബ്സ്റ്റൻസ് എന്ത് ചെയ്തു? ഫെറോമാഗ്നറ്റിക് ആയി. ഫെറോമാഗ്നറ്റിക് ആയിരുന്നത് സൂപ്പർ പാരാമാഗ്നറ്റിക് ആയി. സോ മാഗ്നറ്റിക് ബിഹേവിയറിൽ ചേഞ്ചസ് വരുന്നത് ഇങ്ങനെയാണ്. സോ ഇതിനുള്ള കാരണമാണ് പറയുന്നത് ഡിക്രീസ് ഇൻ ഗ്രെയിൻ സൈസ് ആൻഡ് ഇൻക്രീസ് ഇൻ സ്പെസിഫിക് സർഫസ് ഏരിയ. അതായത് മെറ്റീരിയൽസിന് മാഗ്നറ്റിക് ബിഹേവിയറിൽ increase in grain size and increase in specific surface area, and also coercivity and magnetization value of material also increases. അതും ചില മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആണ്. എന്ത്? കോയേഴ്സിവിറ്റി, മാഗ്നറ്റൈസേഷൻ, അങ്ങനെ ചില പ്രോപ്പർട്ടീസ് ആണ്. നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടാവും. കോയേഴ്സിവിറ്റി എന്താണ്, മാഗ്നറ്റൈസേഷൻ H ആണ്, എന്താണെന്നത് പഠിച്ചിട്ടുണ്ടാവും. അറ്റ് ലാസ്റ്റ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെ മാറ്റങ്ങളാണ്? ഒരു മെറ്റീരിയലിൽ നമ്മൾ അതിന്റെ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ടു ദ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്? ഫോർ എക്സാമ്പിൾ, അത് ആദ്യം തന്നെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നാനോ ക്രിസ്റ്റലൈൻ നിക്കൽ ഈസ് ആ സ്ട്രോങ് എസ് സ്റ്റീൽ. സാധാരണഗതിയിൽ നിക്കൽ എന്ന് പറയുന്നത് സ്റ്റീലിന്റെ അത്ര സ്ട്രോങ് അല്ല. നിക്കൽ ഈസ് എ മെറ്റൽ. നമ്മൾ നിക്കൽ കോയിൻസ് ഒക്കെ പണ്ട് കാലത്തെ നിക്കൽ കോയിൻസ് ഒക്കെ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ സ്റ്റീലിന്റെ അത്ര ഹാർഡൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ ഇത് ഡീക്കേ ചെയ്ത് പോവുകയൊക്കെ ചെയ്യും. But if we convert or if we break down this nickel into nano crystalline state, ഇത് നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് അല്ലെങ്കിൽ നാനോ ക്രിസ്റ്റലൈൻ ആയിട്ട് ഇതിനെ സിന്തസിസ് ചെയ്തെടുത്താൽ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റീലിന്റെ അത്ര സ്ട്രെങ്ത് ഇതിന് കിട്ടും. സോ ഇതിന്റെ റീസൺ പറയുന്നത് why the mechanical properties get enhanced when particles are break down into nano particles. എന്തുകൊണ്ടാണ് ബൾക്ക് സ്റ്റേറ്റിൽ നിന്ന് നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് മാറ്റി കഴിയുമ്പോഴത്തേക്ക് ഈ മെറ്റീരിയലിന്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടിയിൽ ഒരു എൻഹാൻസ്മെന്റ് വരുന്നതിനുള്ള കാരണം? അതിന് കാരണം എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ ഗ്രെയിൻ ബൗണ്ടറി സൈസ് കൂടുന്നതുകൊണ്ടാണ്.
അതായത് മെറ്റൽസിന്റെ ഉള്ളിലൊക്കെ മോളിക്കുലർ അറേഞ്ച്മെന്റ് ഗ്രെയിൻസ് ആയിട്ടായിരിക്കും. ദാറ്റ് മീൻസ് എ ലോട്ട് ഓഫ് ക്ലസ്റ്റർ ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആയിരിക്കും. ആൻഡ് ദെയർ ബൗണ്ടറി ആർ കോൾഡ് ഗ്രെയിൻ ബൗണ്ടറി. ഗ്രെയിൻസിന്റെ ബൗണ്ടറിയാണ് ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയും. സോ ഇഫ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ സർഫസ് ടു വോളിയം റേഷ്യോ, നമ്മൾ നേരത്തെ കണ്ടുപോലെ തന്നെ സർഫസ് ടു വോളിയം റേഷ്യോ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഈ ഗ്രെയിൻ ബൗണ്ടറി ഇൻക്രീസ് ചെയ്യുന്നു. ഡ്യൂ ടു ദിസ് ഇൻക്രീസ് ഇൻ ഗ്രെയിൻ ബൗണ്ടറി, ഒരു ഡിഫക്റ്റ് ഉണ്ടായാൽ തന്നെ നമ്മുടെ മെറ്റീരിയലിന് അല്ലെങ്കിൽ ഒബ്ജക്റ്റിന് ഒരു ഡിഫക്റ്റ് ഉണ്ടായാൽ തന്നെ ദിസ് ഡിഫക്റ്റ് ട്രാൻസ്മിഷൻ ഓർ പ്രൊപ്പഗേഷൻ, ഒരു മെറ്റലിന് നമ്മൾ ഒരു ഡിഫക്റ്റ്, ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫോഴ്സ് എന്ത് ചെയ്യും, ഇറ്റ് ഗെറ്റ്സ് ഓർ ദിസ് ഡിഫക്റ്റ് ഗെറ്റ്സ് പ്രൊപ്പഗേറ്റഡ് ത്രൂ ദിസ് മെറ്റീരിയൽ. ഈ ഡിഫക്റ്റ് പ്രൊപ്പഗേഷൻ എന്ത് ചെയ്യും, ഗ്രെയിൻ ബൗണ്ടറി തടഞ്ഞു നിർത്തുന്നു. അല്ലെങ്കിൽ കുറച്ച് ഈ ഒരു മെറ്റീരിയലിന്റെ സ്ട്രെങ്ത് ഡിഫൈൻ ചെയ്യുന്നത് ഈ ഗ്രെയിൻ ബൗണ്ടറി എത്രത്തോളം എക്സ്റ്റേണൽ ഫോഴ്സിനെയും ഡിഫക്ട്സിനെയും തടഞ്ഞു നിർത്തുന്നതിനനുസരിച്ചാണ്. സോ ഇൻ നാനോ പാർട്ടിക്കിൾസ് ദേ ഹാവ് ഹയസ്റ്റ് ഗ്രെയിൻ ബൗണ്ടറി, അല്ലെങ്കിൽ ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയുന്നത് വളരെ അധികമാണ് നാനോ പാർട്ടിക്കിൾസിന്റെ കേസിൽ. അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഗെറ്റ് എൻഹാൻസ്ഡ് ഇൻ നാനോ പാർട്ടിക്കിൾസ്. Also, because of this, many of the mechanical properties such as hardness, elastic modulus, fracture toughness, scratch resistance and fatigue strength are modified. കൂടാതെ ഈ നാനോ പാർട്ടിക്കിൾസിന്റെ അല്ലെങ്കിൽ ഒരു ബൾക്ക് മെറ്റീരിയലിനെ നാനോ പാർട്ടിക്കിളായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ മറ്റു പല പ്രോപ്പർട്ടിയിലും വേരിയേഷൻ വരും. അതായത് മറ്റു പല മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിലും വേരിയേഷൻ വരും. ഫസ്റ്റ് വൺ ഈസ് ഹാർഡ്നെസ്, നെക്സ്റ്റ് ഈസ് ഇലാസ്റ്റിക് മോഡുലസ്, then fracture toughness, scratch resistance, fatigue strength. സോ ഇതൊക്കെ എന്താണ് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു നിങ്ങൾ സിവിൽ ബാച്ചല്ലേ, സോ ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഹയർ ക്ലാസ്സസിൽ പഠിക്കുമായിരിക്കും. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക, ഇതൊക്കെ ഒരു മെറ്റീരിയലിന്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഇതൊക്കെ എന്ത് ചെയ്യും, ഇതൊക്കെ ഒരു മെറ്റീരിയലിന്റെ സൈസ് മാറുമ്പോൾ, ദാറ്റ് മീൻസ് ഒരു ബൾക്ക് മെറ്റീരിയലിനെ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഈ പറയുന്ന മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ പലതിലും there will be a tremendous variation in these mechanical properties. സോ നമുക്കറിയാം ഏത് മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ് ഏത് സൈസിലാണ് ഇൻക്രീസ് ചെയ്യുന്നത് നമുക്കറിയാമെങ്കിൽ we can build or manipulate or manufacture some material with our desired values of strength. നമുക്ക് നല്ല സ്ട്രെങ്ത് ഉള്ളൊരു മെറ്റൽ വേണം, അത് സ്റ്റീൽ അല്ല നിക്കൽ തന്നെ വേണമെങ്കിൽ എന്താ, ജസ്റ്റ് നോ ദ സൈസ്. അതിന്റെ സൈസ് അറിഞ്ഞാൽ മതി, എത്ര സൈസുള്ള നാനോ പാർട്ടിക്കിൾസ് ആയിട്ടാണ് ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞാൽ മതി. സോ വിത്ത് ദാറ്റ് നോളജ് വി ക്യാൻ മാനിപ്പുലേറ്റ് ദ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എ മെറ്റീരിയൽ. നമ്മൾ ഈ കഴിഞ്ഞ് പഠിച്ച എല്ലാ പ്രോപ്പർട്ടീസും എന്ത് ചെയ്യാം, സൈസ് വേരി ചെയ്തുകൊണ്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇങ്ങനെ അറ്റ് ലാസ്റ്റ് നമുക്ക് അവസാനത്തെ സെക്ഷൻ എന്ന് പറയുന്നത്, അങ്ങനെയെങ്കിൽ നാനോ ടെക്നോളജിയെ കുറിച്ച് നമ്മൾ പഠിച്ചു. എന്താണ് നാനോ ടെക്നോളജി എന്ന് പഠിച്ചു. എന്തുകൊണ്ടാണ് നമ്മളൊരു ബൾക്ക് മെറ്റീരിയലിനെ നാനോ പാർട്ടിക്കിളായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സിന്തസൈസ് എടുക്കുമ്പോൾ പ്രോപ്പർട്ടി വേരിയേഷൻ വരാനുള്ള കാരണം നമ്മൾ പഠിച്ചു. എന്തായിരുന്നു? 2 റീസൺസ് പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചത് എന്താ, നാനോ പാർട്ടിക്കിൾസിന്റെ പ്രോപ്പർട്ടീസ് എന്താ, വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് നാനോ പാർട്ടിക്കിൾസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, അവസാന മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, ഇങ്ങനെ പല പ്രോപ്പർട്ടീസിലും പഠിച്ചു. സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുക, ഈ പാർട്ട് ഒന്നാമത്തെ എസ്സേ ചോദിക്കുക, ആൻഡ് ക്വാണ്ടം ഡോട്ട്, അത് ഒന്നാമത്തെ എസ്സേ ചോദിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ എസ്സേ എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് നാനോ മെറ്റീരിയൽ, നമ്മളിപ്പോൾ പഠിച്ച കാര്യം. സോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും നോട്ടിലൊക്കെ ഒരുപാട് കഥ പോലെ ഒരുപാട് എസ്സേ പാർട്ടുകളുണ്ട്. സോ നിങ്ങൾ തീരുമാനിക്കുക ഏത് പോയിന്റ് ഞാൻ പഠിക്കണം, എത്രത്തോളം എക്സാമിന് എഴുതണം. സോ ഇത്രയും പഠിക്കുക. അവസാനത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് നാനോ ടെക്നോളജിയാണ്. നാനോ ടെക്നോളജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്റ്റിൽ പ്രോഗ്രസിങ് സയൻസ്, ഓർ ഇറ്റ് ഈസ് സ്റ്റിൽ ഡെവലപ്പിംഗ് സയൻസ് ആണ്. സോ അതിന് ഒരുപാട് in medical field, nanotechnology is used in cell imaging and cancer treatment, and also for diagnostic purposes. മെഡിക്കൽ ഫീൽഡിൽ ഡയഗ്നോസ്റ്റിക് പർപ്പസസിനും സെൽ transmission can be highly reduced by using LEDs or solar cells, which is empowered by nanotechnology. നാനോടെക്നോളജി യൂസ് ചെയ്ത് ബിൽഡ് ചെയ്യുന്ന സോളാർ സെൽ, LEDs, കൂടാതെ കണ്ടക്ടിങ് വയേഴ്സ്, ഇതൊക്കെ കാരണം നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് നമ്മൾ നേരിടുന്ന എനർജി ലോസ്,
ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും. ആൻഡ് ഇൻ കെമിസ്ട്രി ഫീൽഡ് നമ്മൾ ഓൾറെഡി പഠിച്ചു, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് നാനോ ടെക്നോളജി ഈസ് കെമിക്കൽ കാറ്റലിസിസ്. കാറ്റലിസ്റ്റിൻ്റെ എൻഹാൻസ്മെൻറ്റ് നാനോ ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റും. അതായത് വെൻ വി യൂസ് നാനോ മെറ്റീരിയൽ ഓഫ് എ കാറ്റലിസ്റ്റ്, ഒരു കാറ്റലിസ്റ്റിന് അതിൻ്റെ നാനോ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതെന്ത് ചെയ്യും? It will highly enhance the chemical reactivity of that material or the chemical reactor in which that is enhancing. ആൻഡ് അടുത്തൊരു ആപ്ലിക്കേഷനാണ് ഫിൽട്രേഷൻ. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഫിൽറ്റേഴ്സ് നിങ്ങൾക്കറിയാം. സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ഫിൽറ്റർ പേപ്പർ അറിയാം, അല്ലെങ്കിൽ സാൻഡ്, സ്റ്റോൺ. സോ നമുക്ക് സാധാരണ യൂസ് ചെയ്യുന്ന കൺവെൻഷണൽ ഫിൽറ്റേഴ്സ് അറിയാം. ബട്ട് ഇഫ് യു യൂസ് നാനോ ഷീറ്റ്സ് അല്ലെങ്കിൽ നാനോ ഫിൽറ്റർ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഡെലിവർ അസ് ഹൈലി പ്യൂരിഫൈഡ് വാട്ടർ. വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിൽ നാനോ ഫിൽറ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താ അത് നമുക്ക് തരുന്നത്? കാരണം അതാണ് ഏറ്റവും മിനിമം, ദാറ്റ് ഈസ് ദ മാക്സിമം പ്യൂരിഫിക്കേഷൻ. കാരണം അതിനപ്പുറം നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റില്ല ഇന്നത്തെ ഈ കാലത്ത്. സോ നാനോ പ്യൂരിഫയർ ആണ്, നാനോ ഫിൽട്ടർ ആണെങ്കിൽ then it is more effective in filtration area. And also in information and technology, memory storage devices as nano ram increases the speed of devices. നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ നാനോ റാം സഹായിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം ലാപ്പ് ആയാലും ഇനിയിപ്പോൾ നിങ്ങൾ പുതുതായിട്ട് വാങ്ങിച്ച ഫോൺ ആയാലും ഇതിലേക്ക് ഈ പറയുന്ന നാനോ റാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിരിക്കും. ഇനി ഫുഡ് ഇൻഡസ്ട്രിയിൽ എന്താ? ഫുഡ് ഇൻഡസ്ട്രി യൂസസ് നാനോ ടെക്നോളജി ഇൻ പ്രൊഡ്യൂസിങ് കൺസ്യൂമർ പ്രൊഡക്ട്സ് സച്ച് ആസ് കുക്കിംഗ് ഓയിൽ ആൻഡ് നാനോ ടീ. കുക്കിംഗ് ഓയിൽ, നാനോ ടീ തുടങ്ങിയ പ്രൊഡക്ട്സ് ഫുഡ് ഇൻഡസ്ട്രി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. നമ്മൾ സാധാരണ ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ പ്രധാന പ്രശ്നം എന്താ? കറ പറ്റിക്കഴിഞ്ഞാൽ, സ്റ്റെയിൻ വന്നു കഴിഞ്ഞാൽ എന്താ അത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ വ്രിങ്കിൾ, തുണി ചുളുങ്ങുന്ന ഭയങ്കര പ്രശ്നമാണ്. ബട്ട് ഇഫ് വി യൂസ് എഞ്ചിനീയർഡ് നാനോ ഫൈബേഴ്സ്, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കോട്ടൺ ഫൈബറിന് അല്ലെങ്കിൽ പോളിസ്റ്റർ ഫൈബറിന് പകരം എഞ്ചിനീയർഡ് നാനോ ഫൈബറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താ? ഇറ്റ് വിൽ മേക്ക് ക്ലോത്ത് സ്റ്റെയിൻ റിപ്പല്ലന്റ്, കറ പിടിക്കാത്ത, സ്റ്റെയിൻ റിപ്പൽ ചെയ്യുന്ന, വ്രിങ്കിൾ ഫ്രീ, ചുളുങ്ങാത്ത ഡ്രസ് ഉണ്ടാക്കാൻ സഹായിക്കും ഇഫ് യു യൂസ് എഞ്ചിനീയർഡ് നാനോ ഫൈബേഴ്സ്. സോ ദീസ് ആർ ദി ആപ്ലിക്കേഷൻസ് ഓഫ് നാനോ ടെക്നോളജി. സോ നാനോ ടെക്നോളജി എന്ന് പറയുന്ന പാർട്ട് നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തു. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ നിങ്ങൾ ഇത് വായിച്ചു നോക്കണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കുക, ടെക്സ്റ്റും നോട്ടൊക്കെ ശരിക്കും വായിച്ചു നോക്കുക. കാരണം അത് മുഴുവനൊന്നും പറയാനുള്ള സമയവും ഇല്ല, അത് മുഴുവൻ ക്ലാസ്സിൽ പറയേണ്ട ആവശ്യമില്ല. അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ഇനി വേണം ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കുറച്ച് സ്പീഡായി എന്നറിയാം, കാരണം സ്ലൈഡാണ്. സോ സ്ലൈഡ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം, അതുകൊണ്ട് കുഴപ്പമില്ല. സ്ലൈഡ് ഒരുപാട് ഇങ്ങനെ പറഞ്ഞ് ലാഗ് അടുപ്പിക്കേണ്ട, അത്യാവശ്യം പറയേണ്ട പോയിന്റ് ഒക്കെ പറഞ്ഞു വിട്ടതാണ്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ഇതിൽ പ്രത്യേകിച്ച് ഡെറിവേഷൻസ് ഒന്നുമില്ല, പിന്നെ പ്രോബ്ലംസ് ഒന്നും ചെയ്യാനില്ല ഈ സെക്ഷൻസിൽ. സോ നമ്മൾ ഒരുപാട് ടൈം ഇതിന് സ്പെൻഡ്, കാരണം നിങ്ങൾ എക്സാമിന് പഠിക്കേണ്ട ഒരു പോർഷനാണിത്. ഇപ്പോഴേ പഠിച്ച് അങ്ങനെയല്ല, ഇപ്പം പഠിക്കണം, പക്ഷെ എക്സാം ആണ്. ഇപ്പോൾ സീരിയസ് എക്സാം വരുന്നെങ്കിൽ ഇപ്പം പഠിക്കാനുള്ള ഒരു പോർഷനാണ്, അല്ലാതെ ഇപ്പോഴേ നമ്മൾ ചെയ്ത് പരിശീലിക്കുന്ന ഒരു പാർട്ടല്ല, കംപ്ലീറ്റ് തിയറിയാണ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിട്ടത്. നിങ്ങൾക്ക് ടെക്സ്റ്റ് വായിച്ച് നോക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. ഇപ്പൊ ക്വാണ്ടം കൺഫൈൻമെന്റ്, അത് ഞാൻ ഇമ്പോർട്ടന്റ് പോയിന്റ്സേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് കൺഫൈൻമെന്റ്, എത്ര ഡയമെൻഷനാണ് കൺഫൈൻമെന്റ്, അതിനെ എങ്ങനെ വേർതിരിക്കാം, അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിന് നിങ്ങൾ ടെക്സ്റ്റ് നോക്കി കഴിഞ്ഞാൽ, നോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ താഴോട്ട് പറയുന്നുണ്ട്. സോ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ടൊന്ന് ചോദിക്കാം. ഇനി ക്ലാസ്സിൽ പറയണം, കുറച്ചധികം ആൾക്ക് ഇത് പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ ക്ലാസ്സിലും പറഞ്ഞു തരാം എന്തെങ്കിലും അധികം ഉണ്ടെങ്കിൽ. പിന്നെ പ്രോപ്പർട്ടീസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഒരു ബൾക്ക് മെറ്റീരിയലിനെ അതിൻ്റെ നാനോ പാർട്ടിക്കിളായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഈ പ്രോപ്പർട്ടീസ് അല്ല, മറ്റു പല പ്രോപ്പർട്ടീസിലും വേരിയേഷൻ വരുന്നുണ്ട്. സോ അതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടില്ല. സോ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടെക്സ്റ്റ് ഒക്കെ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ആ പ്രോപ്പർട്ടി വേരിയേഷൻ ഉണ്ടാവും. സോ അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ അതും കൂടി നല്ലതാണ്. ഓക്കെ, സോ ആർക്കും സംശയമില്ല, ഒന്നും പറയാനില്ലെങ്കിൽ അറ്റൻഡൻസ് പറഞ്ഞു. 1 2 3 4 5 6 absent, 7 8 9 absent,
വെയിറ്റ്. ആഷ്ന ക്ലാസ്സിലല്ലോ, ആഷ്നല്ലേ 6? ആരാ 7 ആരായിരുന്നു? 7 ഞാനാ സാർ. ആഷ്ന. അപ്പൊ ആരാ 6 ആരായിരുന്നു? 6 ആഷിക്ക്. ഓക്കെ, ആഷിക്ക്. 9, 10 പറഞ്ഞു. 11. 11. 12. 13. 14. 15. 16. 17, 18, 19, 19. 20. ഈ നന്ദന രമേശ് എവിടെയാണ്? നന്ദന രമേശ് ആരാ? 21 നന്ദൻ. 20. നീ ഇപ്പൊ 20 എവിടെ? നന്ദന രമേശ്. നീ ഇപ്പൊ എവിടെയാണ്? നിന്നെ ഞാൻ കോളേജിൽ കണ്ടല്ലോ. നീ ഇപ്പൊ എവിടുന്ന ക്ലാസ് അന്വേഷിച്ചിരുന്നത്? അല്ല, അത് നന്ദന പ്രദീപ് ആയിരിക്കും. ആ എലക്ഷന്റെ. ഓക്കെ ഓക്കെ. 21 ആബ്സെന്റാ? ഓക്കെ, 21 ആബ്സെന്റ്. 22. 22. 23, 24. 25. 26. 27. 28. 30. യാദീഷ, നിന്നെ നേരത്തെ വിളിച്ചപ്പോ ഞാൻ കേട്ടില്ലല്ലോ. 6 Sir, തോന്നുമ്പോ ഒന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ പോരാട്ടോ. 6, 9, 21 ആബ്സെന്റ്.